ശ്രീ ടി.പി. ജയേന്ദ്രൻ മാസ്റ്റർ നോക്കൂ, ജനങ്ങൾക്ക് ഒരു ആസ്പിറേഷൻ ഉണ്ടാവുമല്ലോ. ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിന് മുമ്പ് സർക്കാർ ഇനി തിരിച്ചു വരുമെന്ന് സ്വാഭാവികമായും ഓരോ സർക്കാരും ആഗ്രഹിക്കും. അങ്ങനെയാണെങ്കിൽ അടുത്ത 5 വർഷം എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നത് സംബന്ധിച്ച ഒരു മാർഗദർശിത്വം അത് ആ ബജറ്റിൽ ഉണ്ടാകുമെന്നുള്ളത് നമ്മൾ മുൻകാലങ്ങളിൽ കണ്ടിട്ടുള്ള 2019 ഇടക്കാല ബജറ്റ് നോക്കിയാൽ അതുണ്ടായിട്ടുണ്ട്. 2024 അത് കാണുന്നില്ല എന്നുള്ള പ്രശ്നമുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ പറയുന്ന വെൽഫെയർ സ്കീം ആളുകളുടെ ഇപ്പോൾ ഒരു 500 രൂപ പെൻഷനുള്ള ആൾക്ക് 600 രൂപയാക്കുമോ, അല്ലെങ്കിൽ ഈ PM കിസാൻ യോജന 6000-ൽ നിന്ന് 7000 ആക്കുമോ, തൊഴിലില്ലായ്മ പരിഹരിക്കാൻ എന്തെങ്കിലുമൊക്കെ നടപടി ഉണ്ടാവും, ആദായ നികുതി പരിധിയുടെ സ്റ്റേജ് വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണല്ലോ നമ്മൾ വ്യത്യസ്ത തലങ്ങളിലുള്ളവർ ബജറ്റിനെ പ്രധാനമായും വളരെ ആകാംക്ഷയോടുകൂടിയും സൂക്ഷ്മതയോടുകൂടിയും നോക്കുന്നത്. ഇവിടെ ഒന്നും തൊടാത്തത് കൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ ഇനി ഞങ്ങൾ ജയിക്കും. അതിന് 3 കാരണങ്ങൾ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് രാഷ്ട്രീയ നിരീക്ഷകർ. 1 പ്രാണപ്രതിഷ്ഠ, 2 3 സംസ്ഥാനങ്ങളിലെ വിജയം, 4 നിതീഷ് കുമാറിനെ കൊണ്ടുവന്നതിലൂടെ വലിയ നിലയിൽ പ്രതിപക്ഷത്തൊരു അസ്വസ്ഥത ഉണ്ടാക്കിയിരിക്കുന്നു. ഇനി അവർക്ക് ഒറ്റക്കെട്ടായി പോകാനാകില്ല. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അധികാര തുടർച്ച ഉറപ്പാക്കുന്ന സർക്കാർ ഇനി ഈ സോക്കോൾഡ് സാമ്പത്തിക വളർച്ചയുടെ പേരിൽ കോർപ്പറേറ്റുകളെ മാത്രം സഹായിക്കുന്ന രീതിയിലായിരിക്കും അടുത്ത 5 വർഷം പോവുക എന്നുള്ളതിൻ്റെ കൃത്യമായ സൂചനയല്ലേ ഈ ഇടക്കാല ബജറ്റിൽ നമുക്ക് കിട്ടുന്നത്, ശ്രീ ജയേന്ദ്ര മാസ്റ്റർ? നികേഷേ, പ്രതീക്ഷകളും വീക്ഷണങ്ങളും വിലയിരുത്തലും അവലോകനങ്ങളുമൊക്കെ ഓരോരുത്തരുടെ നിന്നുകൊണ്ടായിരിക്കും. ഇന്ന് കാലത്ത് മുതൽ മലയാളത്തിലും ദേശീയ ചാനലിലുമൊക്കെ ചില മലയാളത്തിൽ പങ്കെടുക്കുകയും ചെയ്തപ്പോൾ താങ്കൾ ഈ പറയുന്ന പോലെ പറയുന്ന ചാനലുകൾ കേരളത്തിലുണ്ട്. ആ ചർച്ചയ്ക്ക് വന്ന സാമ്പത്തികമായിട്ട് ഞാൻ ആ കാര്യത്തിൽ വലിയ അറിവുള്ള ആളൊന്നുമല്ല സാമ്പത്തിക രംഗത്തെ വിലയിരുത്താൻ. പക്ഷേ അതുമായി അത്യാവശ്യം വിവരവും വിജ്ഞാനവും ഒക്കെ ഉള്ള ആളുകൾ, അതിൽ ബിരുദമൊക്കെ ഉള്ള ആളുകൾ പറയുന്നത് നികേഷിൻ്റെ വിലയിരുത്തൽ പോലെയല്ല എന്നുള്ളത് ഞാൻ പറയും. മാത്രമല്ല, കഴിഞ്ഞ 9 കൊല്ലം നരേന്ദ്രമോദി സർക്കാർ ആ സർക്കാരിന് വേണ്ടി ബജറ്റ് അവതരിപ്പിച്ചപ്പോഴും നമ്മളിവിടെ സെറ്റ് ചെയ്തിരുന്ന ഇന്ന് വന്ന് പറഞ്ഞ 2 ആളുകൾ പോലെ തന്നെയായിരുന്നു കാലകാലം കൊണ്ട്. ഇതൊക്കെ ഭാരതം നശിച്ചു കഴിഞ്ഞു, ഇവിടെ കോർപ്പറേറ്റുകൾ ശക്തിപ്പെടാൻ പോവുകയാണ്, ഇവിടുത്തെ പാവപ്പെട്ടവൻ കൂടുതൽ ദരിദ്രനാവാൻ പോവുകയാണ്, ഇവിടെ പണക്കാർക്ക് വേണ്ടി മാത്രമായിരിക്കും ആനുകൂല്യങ്ങൾ ഉണ്ടാവുക, കേരളം നശിച്ചു പോകും, ഭാരതം നശിച്ചു പോവുകയാണ് എന്നൊക്കെയുള്ള പ്രഖ്യാപനങ്ങളും ആക്രോശങ്ങളും ആഹ്വാനങ്ങളും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ വസ്തുതകൾ ഞാൻ പറയുമ്പോഴെല്ലാം ഞങ്ങളുടേത് ശരിയാണെന്നും മറ്റുള്ളവർ പറയുമ്പോൾ മറ്റുള്ളവരുടെയൊക്കെ തെറ്റ് എന്ന രൂപത്തിലും ആവാവുന്നതിലും രാഷ്ട്രീയപരമായ വീക്ഷണത്തിൽ വ്യത്യാസമാവാം. പക്ഷേ നമ്മുടെ മുമ്പിൽ വന്നിട്ടുള്ള ചില വിലയിരുത്തലുകളും ചില ഭാരതത്തിനകത്തുള്ള ഏജൻസികളുടെയും ഭാരതത്തിൻ്റെ പുറത്തുള്ള ഏജൻസികളുടെയും ചില വിലയിരുത്തലുകളും നമ്മുടെ മുമ്പിൽ ഇല്ലേ? അത്തരം വിലയിരുത്തലുകളാണ് രാഷ്ട്രപതി കഴിഞ്ഞ ദിവസം കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. 1, ഭാരതത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ വളരുന്നുണ്ടോ തകരുന്നുണ്ടോ, വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാകാം. പക്ഷേ UN-ൻ്റെ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര ഏജൻസികൾ, ADB-യുടെ ഏജൻസികൾ റിപ്പോർട്ടുകൾ പുറത്തു വന്നില്ല എന്നൊന്നും പറയണ്ട. കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ സാമ്പത്തിക അവലോകനത്തിൻ്റെ കൃത്യമായ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. അന്താരാഷ്ട്ര രംഗത്തുള്ള വളർച്ചാ നിരക്ക് എത്രയാണ്, ഭാരതത്തിൻ്റെ വളർച്ചാ നിരക്ക് എത്രയാണ്? സ്വാഭാവികമായിട്ടും ഒരു BJP-യുടെ ഗവൺമെൻറ് എന്ന നിലയ്ക്ക് വിലയിരുത്തുമ്പോൾ കഴിഞ്ഞ NDA ഗവൺമെൻറ്, UPA ഗവൺമെൻറ് കാലത്തൊന്നും നമുക്ക് എങ്ങോട്ട് മുന്നോട്ട് പോയോ? ഇതൊക്കെയല്ലേ ഒരു താരതമ്യം എന്ന് പറയുന്നത്. നോക്കൂ, ലോകത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ, ആഗോള സമ്പദ് വ്യവസ്ഥയുടെ ഗ്രോത്ത് റേറ്റ് 3.1 ആണ്. UN പറയുന്നു ഭാരതത്തിൻ്റെത് 7.1 ആണ്. 2 പാദങ്ങളിൽ അതായിരുന്നു. മറ്റു പല വികസ്വര രാജ്യങ്ങളുടെയും റേറ്റുമായി താരതമ്യം ഈ അക്കങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വലിയ വിജ്ഞാനമൊന്നുള്ള ആളല്ല ഞാൻ. പക്ഷേ ഒരു കമ്പാരിസണിൽ വരുമ്പോൾ ആ വസ്തുതകളെ നമുക്ക് വിശ്വസിക്കാതിരിക്കാൻ കഴിയുമോ? രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ നോക്കൂ, ദാരിദ്ര്യരേഖയുടെ 25 കോടി കടന്നു എന്നൊരു കണക്ക് മൾട്ടിപ്പിൾ പോവർട്ടി ഇൻഡെക്സുമായി ബന്ധപ്പെട്ട് UN പുറത്തുവിട്ട കണക്കുണ്ട്, നീതി ആയോഗിൻ്റെ കണക്കുണ്ട്, മറ്റു ചില കണക്കുകൾ ഇന്ത്യയുടെ സ്ഥാനം വേറെ അപകടമാണ് എന്ന് പറയുന്ന ഒരു കണക്കുമുണ്ട്. കയറ്റുമതി $450 ബില്യൺ നിന്നും $775 ബില്യൺ ഉയർന്നു എന്നൊരു വിലയിരുത്തലും ഉണ്ടായിട്ടുണ്ട്. വിദേശ നിക്ഷേപം അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും കണക്കുകൾ വെച്ച് വിദേശ നാണയത്തിൻ്റെ ഇന്ത്യ ഗവൺമെൻറ് പുറത്തുവിട്ട കണക്ക് പ്രകാരം അത് ഡബിൾ ആയിട്ടുണ്ട് എന്നുള്ളത് ഒരു വളരെ വ്യക്തമായ സത്യമാണ്. ഖാദി ഗ്രാമ വ്യവസായം പോലുള്ള ഒരു കാലഘട്ടത്തിൽ ജനങ്ങൾ തിരിഞ്ഞു നോക്കാതിരുന്ന, നശിച്ചുകൊണ്ടിരുന്ന ആ മേഖലയുടെ വിൽപ്പന 4 മടങ്ങായി വർദ്ധിച്ചു എന്നുള്ള കണക്കുകളുടെ മുമ്പിൽ ഉണ്ട്. ഈ പണ്ട് നമുക്കറിയാമല്ലോ, നമ്മൾ
ഡിജിറ്റൽ ട്രാൻസാക്ഷനെ കുറിച്ച് പറഞ്ഞപ്പോൾ കേരളത്തിലെ ഞാൻ പോലും തർക്കിച്ചിരുന്ന വലിയ ധനകാര്യമന്ത്രി ഇതൊക്കെ തനി വിഡ്ഢിത്തരമാണ്, അലമ്പാണ് എന്ന് പറഞ്ഞതിൻ്റെ സോഷ്യൽ മീഡിയ വൈറലാണ്. പക്ഷേ ഇന്ന് നമുക്കറിയാം ലോക സമ്പദ് വ്യവസ്ഥയിൽ നടക്കുന്ന ഡിജിറ്റൽ ട്രാൻസാക്ഷൻ്റെ 46% ഇന്ത്യയിലാണ് നടക്കുന്നത്. കഴിഞ്ഞ മാസത്തെ കണക്കുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആയുഷ്മാൻ ഭാരത് വഴി കുറേ ആളുകൾക്കെങ്കിലും ആശ്വാസം കിട്ടിയിട്ടുണ്ട്. പണ്ട് കാലത്ത് അതില്ലായിരുന്നു. മെഡിക്കൽ കോളേജുകളുടെ എണ്ണത്തിന് വലിയ കുതിപ്പുണ്ടായിട്ടുണ്ട്. 390-ൽ നിന്നും പുതുതായി 315 വെച്ച് അത് 700 ചില്ലാണ് എത്തിയിരിക്കുന്നു. എയിംസുകളുടെ എണ്ണം കേരളത്തിന് കിട്ടിയോ ഇല്ലയോ എന്നുള്ളതല്ല. ഇന്ത്യ രാജ്യത്ത് 7-ൽ നിന്നും അതിൻ്റെ എണ്ണം 16 കൂടി വർദ്ധിച്ചിരിക്കുന്നു. മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന നഴ്സിംഗ് കോളേജുകളിലും അവിടെ പഠിച്ചിരുന്ന കുട്ടികളുടെയും MBA സീറ്റുകളുടെയും എണ്ണത്തിൽ വർധനവുണ്ടായിട്ടുണ്ട്. രാജ്യത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ കേരളത്തിൽ നിന്നും തെക്കുന്ന് വടക്കോട്ട് പോയാലും നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. കണക്കുകളല്ലല്ലോ നമ്മുടെ മുമ്പിൽ, അനുഭവവേദ്യമായ ചില വസ്തുതകളാണല്ലോ. 3.75 ലക്ഷം കിലോമീറ്റർ ഗ്രാമീണ റോഡുകൾ ഉണ്ടായി എന്നുള്ളത് സർക്കാരിൻ്റെ കണ്ടെത്തലല്ല, അതൊരു യാഥാർത്ഥ്യമല്ലേ. നാഷണൽ ഹൈവേകൾ 90,000 കിലോമീറ്ററിൽ നിന്നും 10 കൊല്ലം കൊണ്ട് 60 കൊല്ലം കൊണ്ട് 90,000-ൽ എത്തുമ്പോൾ 1,46,000 എത്തി എന്നുള്ള കണക്കുകൾ ചില്ലറയും വർധനവൊന്നും അല്ലല്ലോ മുന്നോട്ട് നിൽക്കുന്നത്. അപ്പം ഞാൻ പറയുന്നത്, ബജറ്റ് വരുമ്പോൾ പ്രതിപക്ഷം ഇതാ ഭാരതം തകരുകയാണ്, കോർപ്പറേറ്റുകൾ വളരുകയാണ്. മാത്രമല്ല ഈ രാജ്യത്ത് ഞാൻ ചോദിക്കട്ടെ, 80 കോടി ഭാരതീയർ ഒരു ഉറുപ്പിക കൊടുക്കാതെ ഭക്ഷ്യധാന്യം കഴിച്ചത് കോർപ്പറേറ്റുകളുടെ 80 കോടി ഭാരതീയർ ഒരു കുടിവെള്ളം പോലും ഇല്ലാത്ത കൊടുക്കാതെ വീടുകളിലേക്ക് ഭക്ഷ്യധാന്യം വാങ്ങുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ സൂചന എന്താണ്? ശ്രീ ടി.പി. ജയേന്ദ്രൻ, താങ്കൾ നേരത്തെ പറഞ്ഞതുമായിട്ട് അത് ചേർത്ത് പോകുന്നില്ല. 25 കോടി ജനങ്ങളെ പട്ടിണിയിൽ നിന്ന് അകറ്റിയെന്നും പറയുക, എന്നിട്ട് 80 കോടി ജനങ്ങൾക്ക് ഭക്ഷ്യധാന്യം സൗജന്യമായി കൊടുക്കേണ്ടിയും വരിക. എന്തുകൊണ്ടാണത്? പറയാം 60 കൊല്ലം കൊണ്ടാണ് 80 കോടിയോളം ആളുകൾക്ക് ഭക്ഷ്യധാന്യം കൊടുത്ത് ഇന്ത്യ രാജ്യം വളർത്തേണ്ടി വന്നത്. ജോൺ എന്തോ പറഞ്ഞു? അല്ല, ഒന്ന് ഞാൻ പൂർത്തിയാക്കിക്കോട്ടെ. അല്ല, ജോൺ നേരത്തെ തന്നെ താങ്കളോട് ഒരു ചോദ്യമായി ഒരു വിഷയം ഉയർത്തിയിരുന്നു. നമ്മൾ ഈ പറയുന്ന പ്രസ് റിലീസിൽ വരുന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ ശ്രീ ടി.പി. ജയേന്ദ്രൻ. Debate with M.V. Nikesh Kumar.